കേരളത്തിലെ ജാതി സാമുദായിക വിഭാഗങ്ങളുടെ ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഏക ഗുണഭോക്താവ് RSSും BJPയുമാണ് എന്ന ലളിതയുക്തി ഇല്ലാതാകുന്നു എന്നതാണ് ഈ ചർച്ചകളിലെ ഏറ്റവും അപകടകരമായ വശം. RSSന്റെ ഹിന്ദുത്വ ഗുണഭോക്തൃ പട്ടികയുടെ പങ്കുപറ്റാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണ്. നായർ ഈഴവ ഐക്യശ്രമം പോലും LDFന്റെ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPMന് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനുമൊപ്പം ഒരേ സീറ്റ് പങ്കിടാനാകുന്നു. RSS നടത്തുന്ന വർഗീയ മുതലെടുപ്പിന്റെ വാക്കും നാക്കുമായി CPM മന്ത്രിയും നേതാവുമെല്ലാം രംഗത്ത് വരുന്നു. കേരളത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ട് എന്നതിന് തെളിവായി മലപ്പുറത്തും കാസർഗോഡും തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച ജനപ്രതിനിധികളുടെ മതത്തെ ചൂണ്ടിക്കാട്ടുന്ന കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭകരെ ആക്ഷേപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വംശീയ പരാമർശത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വസ്ത്രം കൊണ്ട് തന്നെ ഈ അക്രമികളെ തിരിച്ചറിയാമെന്നാണ് മോദി അന്ന് പറഞ്ഞത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി പറയുകയായിരുന്നില്ല AK ബാലൻ. പാർട്ടി ബാലന് ഒരുക്കിയ പരിച കണ്ടാലറിയാം ലക്ഷ്യം മുസ്ലിം ന്യൂനപക്ഷമാണ് എന്ന്. മാത്രമല്ല കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ RSSന് പഥ്യമായതെല്ലാം CPMനും പഥ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നായാടി മുതൽ നസ്രാണി വരെ എന്ന അജണ്ടയ്ക്കനുസരിച്ച് RSS സെറ്റ് ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനെ നേരിടാനുള്ള രാഷ്ട്രീയ പരിപാടിയുടെ അഭാവം മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇല്ലാത്തത്. 50കളിൽ ഇതേ സാഹചര്യങ്ങളെ മറികടക്കാൻ ഇതേ സാമുദായിക വിഭാഗങ്ങളിലെ ജനസാമാന്യത്തെ മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു. ഈ ജാതി സാമുദായിക വിഭാഗങ്ങളുടെ ഓണർഷിപ്പിനായി RSS വിജയകരമായി നടപ്പിലാക്കുന്ന വർഗീയമായ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൂടുതൽ അപകടകരമായി CPM അനുകരിക്കുന്നു. മതനിരപേക്ഷമായ ക്ലാസ് പൊളിറ്റിക്സിന്റെ ഇടതുപക്ഷ മോഡൽ ചോര ചിന്തി വളർത്തിയെടുത്ത അതേ മണ്ണിൽ. കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ഒരു ഗൃഹാതുരതയല്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് CPM ആണ്.